എൻ്റെ പുറയിൽ ഇപ്പോഴും ഉപയോഗശൂന്യമായി കിടക്കുന്ന വീടുകൾ ധാരാളമാണ്. എന്തുകൊണ്ടാണ് 301 കോളനിയിൽ ആളുകൾ താമസിക്കാതെ ഇതേപോലെയുള്ള വീടുകൾ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നത്? കാരണമുണ്ട്. ഇവിടെ ഇപ്പോൾ വെറും 22 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. 301 കുടുംബങ്ങൾക്കാണ് വീട് അനുവദിച്ചതും അതിൽ 90ഓളം വീടുകൾ പണി കഴിപ്പിച്ചതുമാണ്. പക്ഷേ 50ൽ കൂടുതൽ വീടുകൾ ഇപ്പോഴും ഇവിടെ ഉപയോഗശൂന്യമായി നശിക്കുകയാണ്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആളുകൾക്ക് ഇവിടെ താമസിക്കാൻ സുരക്ഷിതത്വമില്ല. കളക്ടർക്ക് ഇവർ പരാതി കൊടുത്തു, ഞങ്ങളെ വേറെ മാറ്റി താമസിപ്പിക്കണമെന്ന്. പക്ഷേ ചില രാഷ്ട്രീയ കക്ഷികൾ അതിന് വിലങ്ങുതടിയാകുന്നു. 301 കുടുംബങ്ങൾക്ക് വീടും ഒരേക്കർ സ്ഥലവും പതിച്ചു നൽകിയെങ്കിലും സിംഗകണ്ഠം 301 കോളനിയിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് 22 കുടുംബങ്ങൾ മാത്രം. കാട്ടാനപ്പേടിയിൽ സ്വന്തം നാടും വീടും ഉപേക്ഷിച്ചു പോയവരാണ് ഇവിടെ ഉണ്ടായിരുന്നവർ. വീടില്ലെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്ന ആശ്വാസത്തിൽ കഴിയുകയാണ് പലരും. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ മറയാൻ കാത്തുനിൽക്കാതെ ഒറ്റയ്ക്കും കൂട്ടമായും കാട്ടാനകൾ എത്തിത്തുടങ്ങും. കൃഷി മാത്രം ഉപജീവനമായി സ്വീകരിച്ച ഇവരുടെ കൃഷി ഒന്നും അവശേഷിപ്പിക്കാതെയാണ് കാട്ടാനകളുടെ മടക്കം. വർഷങ്ങളോളമായി അധികൃതരുടെ മുന്നിൽ നിവേദനങ്ങളുമായി ചെന്നിട്ടും ഫലമൊന്നുമുണ്ടായില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. 9 സമുദായങ്ങളിലായി 97 ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. സ്ഥിരമായി താമസിക്കുന്നവർ 45 പേർ മാത്രമാണ്. ഫെൻസിംഗ് വേണമെന്ന മുറവിളി ഉയരുമ്പോഴും ശരിയാക്കി തരാം എന്ന പതിവ് പല്ലവി മാത്രമാണെന്ന് സമുദായ മൂപ്പൻ മനോഹരൻ പറയുന്നു. സർക്കാർ ഞങ്ങൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാര്യം പറഞ്ഞാൽ നടപ്പിലാക്കി തരുന്നില്ല. കാരണം ഫെൻസിങ്ങിൻ്റെ കേസോ ട്രെഞ്ചോ ഇങ്ങനെ ഒത്തിരി കലക്ടർ മുതൽ ഇവിടെ സംരക്ഷണം നടത്തിയിട്ടുള്ള സ്ഥലമാണത്. ഒത്തിരി ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും വന്ന് ഈ സ്ഥലമൊക്കെ കണ്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അന്വേഷിച്ച് കാര്യം പറയുകയും കേൾക്കുകയും പോയതാണ്. പക്ഷേ ഓരോ തീരുമാനം ആകുന്നില്ല. ഞങ്ങളുടെ ഓരോ തീരുമാനം സർക്കാരുമായി ഒന്നും ഒരു ആളും എടുക്കുന്നില്ല. പിന്നെ ഞങ്ങളുള്ള സ്ഥലത്ത് ഇങ്ങനെ കഴിഞ്ഞുകൂടി പോകുന്നുള്ളൂ. ആനയുടെ ശല്യം ഇതിൽ. ആനത്താരയിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു ജനതയുടെ ദുരന്തപൂർണമായ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് സിംഗുകണ്ഠത്തിൽ ഉള്ളത്. ആനപ്പേടിയിൽ രാത്രി കഴിച്ചുകൂട്ടുകയല്ലാതെ ഇവർ എവിടെ പോകാൻ? സർക്കാർ നിർമ്മിച്ചു നൽകിയ വീടുകളിൽ പകുതി പോലും ഇപ്പോൾ ഇല്ല. കാട്ടാന ഇറങ്ങി കുത്തി നശിപ്പിക്കുകയാണ്. ഇവർക്ക് പോകാൻ വേറെ ഇടമില്ല എന്നത് അധികൃതർ കാണണം. കാട്ടാനയുടെ ജീവിതത്തിന് തടസ്സമുണ്ടാക്കാതെ ജീവിക്കണം എന്ന് തന്നെയാണ് ഇവരുടെ ആഗ്രഹവും. അതിനുള്ള പോംവഴി ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന സോമി സെബാസ്റ്റ്യൻ പറയുന്നു. ആനച്ചാലാണിത്. ആനകളെ ഒരു കാലത്തും ഇവിടുന്ന് മാറ്റാൻ പറ്റത്തില്ല. ആനകളെ മാറ്റിയിട്ട് മനുഷ്യർക്ക് ഇവിടെ സുഖമായി ജീവിക്കാൻ കഴിയത്തില്ല. ആയതുകൊണ്ട് ഞങ്ങളെ മാറ്റി പാർപ്പിക്കുക. ആനകൾക്കും സുഗമമായി ജീവിക്കണമെങ്കിൽ ഇതേ ഉള്ളൊരു മാർഗം. അരിക്കൊമ്പനെ നാടുകടത്തിയിട്ടും അരിക്കൊമ്പനെ കുറിച്ചുള്ള കഥകൾ നിറഞ്ഞു നിൽക്കുകയാണ് ചിന്നക്കനാലിൽ. നാട്ടിലിറങ്ങി ഭീതി പരത്തിയ അരിക്കൊമ്പനെ 2023 സർവ്വസന്നാഹവും ഉപയോഗിച്ച് ചിന്നക്കനാലിൽ നിന്നും നാടുകടത്തിയപ്പോൾ ഭീതി അകന്നുപോയി എന്ന് പ്രതീക്ഷിച്ച പ്രദേശവാസികൾ ഇപ്പോൾ ഏറെ ഭീതിയിലാണ്. ചക്കക്കൊമ്പൻ അടക്കം 20ഓളം കാട്ടാനകളാണ് ഇപ്പോൾ നാട് ഭരിക്കുന്നത്. കാട്ടാനപ്പേടിയിൽ വീടിനു മുകളിൽ കുടിൽ കെട്ടിയാണ് ഇപ്പോൾ ഇവർ ജീവിക്കുന്നത്. സിംഗുകണ്ഠത്തെ ഗൃഹനാഥിയായ സജിതയുടെ വാക്കുകൾ ആരുടെയും മനസ്സിനെ പൊള്ളിക്കുന്നതാണ്. ആന വരുമ്പോൾ ഒരു സുരക്ഷിതമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ടാണ് മേളിലൊരു കുടില് പോലെ കെട്ടിയിട്ടേക്കുന്നത്. ആന വരുമ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കും. പിന്നെ എല്ലാ ദിവസവും രാത്രി അവിടെയാണ് കിടപ്പ്. നമുക്കിപ്പോൾ ഒരു സുരക്ഷിതത്വം ഇല്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് ഇതൊരു വഴി സൈഡും കൂടി ആയതുകൊണ്ട് എപ്പോഴും ഇതിലെ കൂടെ ആന ക്ലോസ് ചെയ്ത് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് കമ്പി കെട്ടിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അതൊരു നമുക്ക് 100% ഒരു സുരക്ഷിതത്വം ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. വീടിൻ്റെ കാര്യം പറഞ്ഞാൽ വളരെ ദയനീയാവസ്ഥയാണ്. ഇപ്പം ഞങ്ങളുടെ ഈ വീട് തന്നെ കഴിഞ്ഞിടയ്ക്ക് ചക്കക്കൊമ്പൻ ഇടിച്ചിട്ടേക്കുന്ന, അടുക്കളഭാഗം ഇടിച്ചിട്ടേക്കുന്ന വീടാണ്. ഇതുവരെ ഞങ്ങൾക്ക് ഗവൺമെൻറ് അതിനായിട്ടൊരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല. ഇത് വളരെ കഷ്ടത്തിലാണ് ഞങ്ങളിവിടെ ജീവിച്ചു പോകുന്നത്. വീടിന് ചുറ്റും ഒഴിഞ്ഞ ചില്ലുകുപ്പികൾ കമ്പിയിൽ കെട്ടിത്തൂക്കിയിരിക്കുകയാണ്. ആനയുടെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള നാടൻ പ്രയോഗം. ഈ ആന വരുമ്പോൾ രാത്രി മഴ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ആന വന്നാൽ അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ കമ്പിയിൽ വന്ന് തൊട്ട് കഴിയുമ്പോൾ കുപ്പി അനങ്ങും. അത് കേട്ടിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. പിന്നെ പട്ടികളുണ്ട്. പട്ടികൾ കുരച്ച് അങ്ങനെ അറിഞ്ഞാണ് നമ്മൾ അറിയുന്നത് ആന വന്നിട്ടുണ്ടെന്ന്.
മുന്നോട്ടുള്ള ജീവിതം എന്തു ചെയ്യണമെന്നറിയാതെ നരകയാതന അനുഭവിക്കുകയാണ് നിരവധി കുടുംബങ്ങൾ. സർക്കാർ നൽകുന്ന റേഷനരി മാത്രമാണ് ഇവരുടെ ഏക ആശ്രയം. പോകാൻ മറ്റൊരു മാർഗമില്ല. നിരാലംബരായി കഴിയുന്ന ഈ ആളുകളുടെ കണ്ണീർ കാണാൻ ഇനി ആരുണ്ട്? ഞങ്ങൾക്ക് ഇപ്പം നല്ലൊരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്ത് ജീവിക്കുക എന്നാണ്. പക്ഷേ ആ കൃഷി ചെയ്ത് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തലനാണ്ടുള്ള കൃഷികൾ ചെയ്യണം. തലനാണ്ടുള്ള കൃഷിയിൽ നിന്ന് കപ്പ, വാഴ, അങ്ങനെ കാച്ചിൽ, ചേമ്പ്, അങ്ങനെ ആ കൃഷിയൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പം ഞങ്ങളുടെ കാട്ടുമൃഗങ്ങൾ ഇതെല്ലാം നട്ടുവെച്ച കാട്ടുമൃഗങ്ങൾ കൊണ്ട് തിന്നുന്ന അവസ്ഥയിൽ വന്നതിൻ്റെ പേരിൽ ഞങ്ങളിപ്പോൾ സർക്കാർ ഈ 30 കിലോ അരി സൗജന്യം തരുന്നതിൻ്റെ പേരിൽ ഞങ്ങൾ ഇപ്പം രക്ഷപ്പെട്ടിരിക്കുന്നു. അല്ലാതെ ഞങ്ങൾക്ക് കൃഷി ചെയ്ത് ജീവിക്കാനായിട്ട് യാതൊരു മാർഗവും ഇല്ല. അങ്ങനെയുള്ള ജീവിതമാണ്. അത് സന്തോഷകരമായുള്ള ജീവിതമല്ല. എന്നാൽ മനുഷ്യൻ ജീവിച്ചു പോകുന്നു, അത്രയേ ഉള്ളൂ. ഈ കുറേ പേര് ഇവിടെ നിന്ന് വേണ്ട എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കാത്തത്? ഞങ്ങൾക്ക് സർക്കാർ 1 ഏക്കർ ഭൂമി തന്നാണല്ലോ, അത് വേണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. അതിൻ്റെ പേരിൽ ഞങ്ങളിവിടെ ജീവിക്കുന്നത്. വേണ്ടെന്ന് പറഞ്ഞു പോകുന്നവർക്ക് അവിടെ അവരുടേതായ നാട്ടുകളിൽ ഭൂമി കാണുമായിരിക്കും, അവർക്ക് കയറി കിടക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാകുമായിരിക്കുമല്ലോ. അതിൻ്റെ പേരിലായിരിക്കും അവർ ഭൂമി വേണ്ടെന്നും പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ വേണ്ടെന്നും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ സർക്കാർ ഞങ്ങളെ ഒന്നും ചെയ്യില്ല. ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ട് ഇവർക്ക്. എന്നാൽ എവിടെ പോകാനാണ്? മറ്റ് യാതൊരു മാർഗവുമില്ലാതെയാണ് സർക്കാർ നൽകിയ ഭൂമിയിൽ ഇവർ നിൽക്കുന്നത്. കൃഷി ചെയ്ത് ജീവിതം കരുപിടിപ്പിക്കാം എന്ന് കരുതിയാൽ കാട്ടാനകൾ അനുവദിക്കില്ല. എങ്ങോട്ട് പോകും എന്ന ചോദ്യമാണ് ഇവർക്കുള്ളത്. ഞങ്ങൾക്ക് സർക്കാർ 1 ഏക്കർ ഭൂമി തന്നാണല്ലോ, അത് വേണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. അതിൻ്റെ പേരിൽ ഞങ്ങളിവിടെ ജീവിക്കുന്നത്. വേണ്ടെന്ന് പറഞ്ഞു പോകുന്നവർക്ക് അവിടെ അവരുടേതായ നാട്ടുകളിൽ ഭൂമി കാണുമായിരിക്കും, അവർക്ക് കയറി കിടക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാകുമായിരിക്കുമല്ലോ. അതിൻ്റെ പേരിലായിരിക്കും അവർ ഭൂമി വേണ്ടെന്നും പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ വേണ്ടെന്നും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ സർക്കാർ ഞങ്ങളെ ഒന്നും ചെയ്യില്ല. പക്ഷേ ഞങ്ങളുടെ ഭൂമിയിൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ദുരിതങ്ങൾ സർക്കാരിനോട് അറിയിച്ച് അതിന് നാളെ ഒരിക്കൽ പരിഹാരം ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ കിടക്കുന്നത്. ഇവിടെയുള്ള കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക മാത്രമാണ് ഏകമാർഗം. സർക്കാർ മറ്റൊരു സ്ഥലം കണ്ടെത്തുകയും ഇവരെ അവിടേക്ക് മാറ്റി താമസിപ്പിക്കുകയും വേണം. സർക്കാർ കൊടുക്കുന്ന റേഷനരി മാത്രമാണ് ഇവരുടെ ഏക ആശ്രയം. ജോലിക്ക് പോകാനോ കൃഷി ചെയ്യാനോ ഇവർക്കാകുന്നില്ല. സർക്കാർ കണ്ണു തുറക്കണമേ എന്ന പ്രാർത്ഥനയാണ് സിംഗുകണ്ടം നിവാസികൾക്കുള്ളത്. സർക്കാരിൻ്റെ അവഗണനയാണ് ഇവരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നത്. 2 കിലോമീറ്ററോളം വണ്ടി യാത്ര ചെയ്യാൻ പറ്റാത്ത തരത്തിൽ റോഡ് ശോച്യമാണ്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പോകാൻ സൗകര്യമില്ല. ആനശല്യവും മറ്റ് മൃഗങ്ങളുടെ ശല്യവും കൊണ്ട് കുട്ടികൾ പഠനം പാതി വഴിയിൽ മുടങ്ങിയ അവസ്ഥയിലാണ്. കളക്ടറാണ് ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നു. കളക്ടറിന് കുറേ പദ്ധതികളുണ്ട്. പക്ഷേ മീറ്റിങ്ങുകളിൽ വെള്ളക്കടലാസിലും ചുവപ്പ് നാടയിൽ മാത്രം ഒതുങ്ങുന്നതാണ് ഇവരുടെ വികസനം. ഇവരും മനുഷ്യരാണ്, ഇവരും സാധാരണക്കാരാണ്. ഇവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. മാന്യമായ രീതിയിൽ, സ്വതന്ത്രമായ രീതിയിൽ ചിന്നക്കനാലിൽ ജീവിക്കാൻ, ഈ സിംഗുകണ്ടത്ത് ഒരു ജീവിതം കെട്ടിപ്പടുത്തുയർത്താൻ സർക്കാരാണ് ഇവർ സഹായിക്കേണ്ടത്. ക്യാമറാമാൻ സിയോനോടും